എല്ലാവർക്കും നമസ്കാരം. സാലുവാണ്. ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ താഴെച്ചൊവ്വ കാർ മാജിക്കിലാണ്. അപ്പോൾ ഇവിടെ കാറുകൾ റിവ്യൂ ചെയ്യാൻ വന്നതല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ഒരുപാട് കാറുകൾ പെയിന്റിംഗ് ഉണ്ട്. നമ്മളെ പെയിന്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ കാറുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വണ്ടി മുട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പെയിന്റിങ്ങിന്റെ പെർഫെക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ചില സ്ഥലത്ത് നിന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കാരണം കമ്പനി പെയിന്റിങ് പോലെ ഉണ്ടാവും. അങ്ങനെ സ്ഥലത്താണ് ഞാൻ വന്നത്. അപ്പോൾ പെയിന്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇവർ ഏത് പെയിന്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ കാർ മാജിക് അല്ലേ? കാർ മാജിക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് വന്നത്. ഒരു വലിയൊരു ഗാരേജ് ഉണ്ട് അവിടെ, താഴെച്ചോവ അല്ലേ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ സാഗർ ആണല്ലേ? അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് കാറിന്റെ പെയിന്റിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അത്ര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, കാരണം അല്ലേ? അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാടും. ചില ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ കളർ ചേഞ്ച് ഒക്കെ കാണും. അപ്പൊ ഇവിടെ എത്ര കാലമായി സ്ഥാപനം തുടങ്ങിയിട്ട്? ആണല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഒരു കാറ് പെയിന്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് നമ്മുടെ കളറിന്റെ ആണ് പ്രശ്നം വരുന്നത്. അത് അതേപോലെ തന്നെ നമ്മുടെ ഡെന്റ് കാര്യങ്ങൾ, പുട്ടി വർക്ക്, A to Z കാര്യങ്ങൾ നോക്കണം ഒരു വണ്ടി. അപ്പം ഇവിടെ ശരിക്കും എത്ര ടാസ്ക് ഒരു കാർ പെയിന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ഒന്ന് പറഞ്ഞുതരോ? ബുദ്ധിമുട്ട് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല ശരിക്കും. നമ്മൾ കാരണം വെച്ചാൽ നമ്മളൊരു ഫ്രീ മൈൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പ്രഷറോ കാര്യങ്ങളോ ആർക്കും കൊടുക്കാണ്ട് നല്ല ഇതിൽ അതാകുമ്പോൾ വെച്ചാൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് കളറിന്റെ ഒന്നും പ്രശ്നം വരും. ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാറിനെല്ലാം പെയിന്റ് പലതരത്തിലുള്ള പെയിന്റാണ്. അപ്പം ഈ പെയിന്റിന്റെ കളറിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക. പക്ഷേ നിപ്പോൺ പെയിന്റിന്റെ മുകളിൽ അങ്ങനെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വണ്ടി വരുന്നത്. അപ്പൊ നിപ്പോൺ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്? അതെ, നിപ്പോൺ പെയിന്റ് യൂസ് ചെയ്യുന്നത്. ഒരു കാർ പെയിന്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം പിടിക്കും, എത്ര ദിവസം പിടിക്കും ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ? വണ്ടി ഫുൾ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻ വർക്ക് പറഞ്ഞത് തന്നെ കുറച്ച് ടാസ്ക് ആണ്. അത് പ്രിപ്പറേഷൻ വർക്ക് എത്രത്തോളം പഴക്കം കൂടിയ വണ്ടിയാകുമ്പോൾ ചിലപ്പം കുറേ വർക്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഹാർഡ്ലി 15 days 15 ദിവസം കൊണ്ട് വണ്ടി ഫുൾ പെയിന്റ് അടിച്ചിട്ട് പുറത്തിറങ്ങും. 15 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗാരേജിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നിപ്പോൺ പെയിന്റ് ആണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? അതിന്റെ പ്രത്യേകത പറയോ? ചൂസ് ചെയ്യാൻ കാരണം നിപ്പോൺ പെയിന്റ് കാരണം വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് നിപ്പോൺ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലോണം. അത് കളറൊക്കെ പക്കിയ അഥവാ എന്തെങ്കിലും സംശയം വന്നാൽ തന്നെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. ഏതാണെന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും കൃത്യമായിട്ട്. അതേപോലെ തന്നെ നമുക്ക് അടിച്ചാൽ ഫിനിഷിങ് വരുന്നുണ്ട് വണ്ടിക്ക് മുകളിൽ. ആ ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. നിപ്പോണിന്റെ എന്തൊക്കെയോ സ്കീമുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. റംഗോൺ കി ബാദ്ഷാഹിനെ കുറിച്ച് അറിയോ? അതെ അതെ, തീർച്ചയായും അറിയാം. അത് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇയർ ടേണിൽ 10,000 പോയിന്റ്സ് കിട്ടുന്നതാണെങ്കിൽ ഇലക്ട്രിക് ബൈക്കും 15,000 പോയിന്റ്സ് കിട്ടുന്നതാണെങ്കിൽ ബൈക്കും കിട്ടും. നല്ലൊരു സ്കീമാണ്. നല്ല സ്കീമാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക്. നിപ്പോൺ പെയിന്റ് ഇതിന് മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടോ ഇവിടെ ഈ ഗാരേജ്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ വന്ന വീഡിയോ ചെയ്തതിൽ സന്തോഷമാണോ? വളരെ വളരെ സന്തോഷം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കണ്ണൂർ തന്നെ പാവന്നൂർ മറ്റാർന്ന VK വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഗാരേജ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം, പേരെന്താ? എൻ്റെ പേര് വാജിദ്. വാജിദ് അല്ലേ? ഇവിടെ സ്ഥാപനം തുടങ്ങി കുറേയോ? ഇവിടെ ഏകദേശം 3-4 കൊല്ലം കഴിഞ്ഞു. ഏത് പെയിന്റാ യൂസ് ചെയ്യുന്നത്? നിപ്പോണിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കലുണ്ട്. നിപ്പോണിന്റെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്? ക്ലിയർ ഉണ്ട്, മറ്റേ PS ഗ്രേ ഉണ്ട്, പിന്നെ എല്ലാം കംപ്ലീറ്റ് എല്ലാ സാധനവും അതിലെല്ലാ പ്രോഡക്റ്റും എടുത്തിട്ട് ഇപ്പൊ തിന്നര് പ്യൂ തിന്നര് എല്ലാ സാധനങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നിപ്പോണിന്റെ ഏത് കളറാണ് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്? അതിൽ നിറയിൽ ഇപ്പൊ വൈറ്റ് സാധാരണമായിട്ട് എല്ലാ വണ്ടിക്കും വൈറ്റ് നമ്മളിപ്പോ അടിക്കലുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, മറ്റുള്ള കളറെല്ലാം മിക്സ് ആക്കിയാൽ കിട്ടുന്നുണ്ടല്ലോ. മിക്സ് ആക്കിയാൽ കിട്ടും, എല്ലാം കിട്ടുന്നുണ്ടല്ലോ. നിപ്പോൺ തുടങ്ങിയ മുതൽ എടുക്കാൻ തുടങ്ങി. എന്തായാലും 6-7 കൊല്ലത്തിന്റെ മുകളില് നിപ്പോൺ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിപ്പോൺ എടുക്കാൻ കാരണം എന്താ? ആദ്യം നിങ്ങള് വിട്ടതെന്നല്ലേ നല്ല വിലക്കുറവും ഉണ്ടായിന്, ക്വാളിറ്റി ഉണ്ടായിന്. വിലക്കുറവുണ്ട്, ക്വാളിറ്റി ഉണ്ട്. അപ്പൊ കസ്റ്റമറിന് കുറച്ച് ഒരു 10 പൈസ കുറച്ച് കൊടുക്കാൻ പറ്റും, നമുക്കും എന്തെങ്കിലും കിട്ടും. ഈ റംഗോൺ കി ബാദ്ഷാഹിനെ കുറിച്ച് എന്താ? റംഗോൺ കി ബാദ്ഷാഹില് നല്ല ഒരു സ്കീമാണ്. 4000 പോയിന്റ് ആയി കഴിഞ്ഞാല് ഒരു ഇൻഷുറൻസ് പാക്കേജ് ആണ് കിട്ടും. പിന്നെ 10,000 പോയിന്റ് ആയി കഴിഞ്ഞാല് ഒരു സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക്കൽ സ്കൂട്ടർ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ 16 പോയിന്റിന് ബൈക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്കീമിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളിന്റെ മറ്റേ എല്ലാ നമ്മളെ ഇന്ത്യയിൽ എല്ലാം വെച്ചിട്ട് ഒരു കാറ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ റംഗോൺ കി ബാദ്ഷാഹ് എന്ന സ്കീം അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കണ്ണൂർ മയ്യിൽ എന്ന് പറഞ്ഞ. ഇവിടെയും
വലിയൊരു ഗ്യാരേജ് ആണ്. ഒരുപാട് കാറുകൾ ഇവിടെ പെയിന്റിങ്ങിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ഏത് പെയിന്റാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടൻ പേരെന്താ? എന്റെ പേര് തങ്കച്ചൻ. തങ്കച്ചൻ ഇവിടെ കുറെ ആയോ? ഇവിടെ കുറെ 3 വർഷമായി. 3 വർഷമായി അല്ലേ? പെയിന്റിംഗ് മെയിൻ പെയിന്റിംഗ് ആണല്ലേ? പെയിന്റിംഗിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പോൾ ഒരു 17 വർഷമായിട്ടുണ്ട്. 17 വർഷമായി പെയിന്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന പെയിന്റ് ഏതാണ്? അത് കൂടുതൽ എല്ലാ പെയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിപ്പോണിന്റെ പെയിന്റ് ധാരാളമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിപ്പോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ നിപ്പോൺ ഉപയോഗിക്കുന്നതിനുള്ള ഒരു മെച്ചം എന്താന്ന് പറഞ്ഞല്ലോ? നിപ്പോണിന്റെ ഉപയോഗിക്കുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ നിപ്പോൺ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ മെച്ചം. പിന്നെ ഗുണനിലവാരത്തിൽ മറ്റുള്ള പെയിന്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, ഏരിയ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ നിപ്പോൺ ഉപയോഗിക്കുന്നത് അല്ലേ? ഞാൻ ഒരുവിധ വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ നിപ്പോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കമ്പനി പെയിന്റിന്റെ ആ ലുക്ക് നമുക്ക് ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അതേ ലുക്ക് തന്നെ കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ വർഷത്തിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ടാണ് നിപ്പോൺ കൂടുതൽ. നിപ്പോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ സ്കീം ഉണ്ടല്ലോ, നിപ്പോണിന്റെ ഒരു സ്കീമുണ്ട്, രംഗോ കെ ബാദ്ഷാ എന്ന് പറഞ്ഞ സ്കീമാണ്. അതാണ്. അപ്പോൾ ഒരു 4000 പോയിന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് കിട്ടും. പിന്നെ 10000 ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് ബൈക്കായി. പിന്നെ അതിന് മേലെ ഒരു സ്കീമുണ്ട്, അല്ല അതിന് മേലെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കായി. അപ്പോൾ അങ്ങനെയൊക്കെ അതും പിന്നെ സാധനത്തിന്റെ മെച്ചവും. ഹോബീസ് ഒക്കെ എന്താ ചേട്ടൻ്റെ ലീവുള്ള ദിവസമൊക്കെ? ലീവുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഫുട്ബോൾ കാണുക. അതുപോലെ ഇപ്പൊ തന്നെ ഇവരെല്ലാം ഫുട്ബോൾ പ്രേമികളായി നിൽക്കുന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കോ? കളിക്കില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ കണ്ണൂര് പഴയങ്ങാടി താവത്തെത്തിയിട്ടുണ്ട്. കളർ പാലസ് എന്ന് പറഞ്ഞ ഗാരേജിലാണ്. ഇപ്പോൾ ഇതാ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പെയിന്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം ഇവിടെ ഏതൊക്കെ പെയിന്റാണ് ഉപയോഗിക്കുന്നത്, അതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം ഏട്ടാ, പേരെന്താ? രാജേഷ്. രാജേഷ് അല്ലേ? ഇവിടെ എത്ര കാലം സ്ഥാപനം തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇവിടെ ഒരു 8 വർഷത്തോളം ആണല്ലേ? കൂടുതൽ പെയിന്റിങ്ങിന് ഈ ബ്രേക്കിനുള്ള വാഹനങ്ങളാണോ വരുന്നത് അവിടെ, അല്ലെങ്കിൽ ആക്സിഡന്റ്? അല്ല, ആക്സിഡന്റ് കേസ് അല്ല വരുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് പറയും ദൂരൊന്നും വരുന്നുണ്ട്, ദൂരത്തുനിന്ന് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ പെയിന്റ് ബൂത്ത് ഞാൻ മാത്രമല്ല ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റ് ബൂത്ത് ഉണ്ട്. ഓക്കെ, എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് 7 പേര്. അവിടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാനൊരു 28 വർഷം ടോട്ടൽ ഉണ്ട് അല്ലേ? ഇവിടെ പുറത്തുണ്ടായതാണ്. ആണല്ലേ? ഇവിടെ ഇപ്പം 8 വർഷം കഴിഞ്ഞു നമ്മള് സ്ഥാപനം തുടങ്ങിയിട്ട്. 8 വർഷം കഴിഞ്ഞു അല്ലേ? ഏത് പെയിന്റാ യൂസ് ചെയ്യുന്നത്? നിപ്പോൺ തന്നെ കൂടുതൽ. നിപ്പോൺ പെയിന്റ് ചൂസ് ചെയ്യാൻ എന്താ പ്രത്യേകതകൾ? അതിന്റെ പ്രത്യേകത നിപ്പോണിന്റെ ക്ലിയർ കുറച്ച് നല്ല ക്വാളിറ്റിയിലെ സാധനമാണ്. നല്ല ക്ലിയർ അല്ലേ? നല്ല ക്ലിയർ ആണ്. ഒരുപാട് വ്യത്യസ്ത കമ്പനികളുള്ള വണ്ടികൾ ഇവിടെ പെയിന്റ് ചെയ്തില്ലേ? അപ്പം അതിൽ ഏറ്റവും കൂടി കുറച്ചും കൂടി ടാസ്ക് ഉള്ള ഏതാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏതാ? ബുദ്ധിമുട്ടുള്ളത് വരുന്നത് ഡസ്റ്റർ, അതുപോലെ തന്നെ റിനോൾട്ടിന്റെ വണ്ടികളും അതുപോലെ തന്നെ നിസാന്റെ വണ്ടികളാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടില്ല. ഇതിൽ പരമാവധി മാച്ച് ചെയ്യാൻ വേണ്ടിയില്ല, കുറച്ച് അതിന് കുറച്ച് ഇതില്ല. ഈ നിപ്പോൺ കളർ മാച്ചിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്? കളർ മാച്ചിങ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്തോ നിപ്പോൺ സ്കീം കൊടുക്കുന്നുണ്ട്, സ്കീം കൊടുക്കുന്നത് രംഗോൻ കെ ബാദ്ഷാ. അത് 2000 പോയിന്റിലെ എഡ്യൂക്കേഷന്റെ കുട്ടികളെ പഠിത്തത്തിന്റെ കാര്യത്തിൽ സ്കീം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4000 പോയിന്റ് ആയി കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പെയിന്റർമാർക്കില്ല ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ സ്കീമിന്റെ എണ്ണം കൂടുന്നതും അതിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുന്നിട്ട് അവർ ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക് അങ്ങനെ കാര്യങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? പ്രീമിയം സെഗ്മെന്റ് കാറുകൾ പെയിന്റിങ്ങിന് വരാറുണ്ട്. ചെയ്യാറുണ്ട്. ഏതൊക്കെ വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ? നമ്മള് അടുത്തിടെ ചെയ്ത ബെൻസ്, BM ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിപ്പോൺ അല്ലേ യൂസ് ചെയ്യുന്നത്? നിപ്പോൺ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് അടുത്ത വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ പെയിന്റിങ് മാത്രമാണോ? അല്ലല്ല, മെക്കാനിക്കൽ വർക്ക്, പോളിഷ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണല്ലേ? സ്ഥലത്തിന്റെ പേര് പരിയാരം. അപ്പം പരിയാരം ഉള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നോളൂ. ഇവിടെ പെയിന്റിങ്ങും അതുപോലെ പാച്ച് വർക്കിങ്ങും എല്ലാ വർക്കും ഉണ്ട് അല്ലേ? ഓക്കെ. മെയിനായിട്ട് പെയിന്റിങ്ങാ? മെയിനായിട്ട് പെയിന്റിങ്. ഓക്കെ. ഏത് പെയിന്റാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നിപ്പോണിന്റെ പെയിന്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. നിപ്പോൺ ഉപയോഗിക്കാൻ എന്താണ് പ്രചോദനം? അതായത് നമ്മൾ കൂടുതൽ പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ പെയിന്റാണ് ഏത് വണ്ടിക്ക് ഉപയോഗിച്ചാലും. ഇതിപ്പോൾ പ്രീമിയം എല്ലാ വണ്ടികളും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതിന്റെ ഗുണങ്ങൾ എല്ലാം കാണും ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കിയുള്ള ഉപയോഗിച്ച് നമ്മൾ ആദ്യം പല പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാട്ടി എത്ര നല്ല പ്രൊഫഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എല്ലാത്തരം വണ്ടികളും വരലുണ്ടോ ഇവിടെ? എല്ലാത്തരം വണ്ടികളും പ്രീമിയം സെഗ്മെന്റ് എല്ലാം വരുന്നുണ്ടോ? ഉണ്ട്. നിപ്പോൺ അല്ലാണ്ട് വേറെ ഏതാണ് കുറച്ചും കൂടി ഇതായിട്ട് തോന്നുന്നത്? വേറെ ഏതെങ്കിലും കമ്പനികളായിട്ട് ഉണ്ടോ? ഇപ്പൊ നിപ്പോൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. മുന്നേ ഉണ്ടായിരുന്നു, പല കമ്പനികളും ഉപയോഗിച്ച് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നിപ്പോണാണ് നമ്മൾ. കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെ? കസ്റ്റമർ സർവീസ് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, ഒരുവിധം വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ഏകദേശം 5 വർക്ക്ഷോപ്പിൽ വന്നു. ഈ 5 വർക്ക്ഷോപ്പിലും പറയുന്നത് നിപ്പോൺ പെയിന്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം അതിന്റെ ക്വാളിറ്റിയാണ് ഇവർ എടുത്ത് കാണിക്കുന്നത്.
നിപ്പോൺ റംഗോൺ കി ബാദ്ഷാ സ്കീമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതിന്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.